അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ പരിശുദ്ധമായ റമളാൻ തീരുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന ഈ അമൽ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാ വെറും 7 ദിവസം കൊണ്ട് നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും അള്ളാഹുവേ ഇനി എൻ്റെ ഈ കാര്യം നടക്കില്ല എന്നോർത്ത് നിങ്ങൾ എഴുതി തള്ളിയ കാര്യങ്ങൾ പോലും ഇൻഷാ അല്ലാ വെറും 7 ദിവസം നിങ്ങൾ കുറച്ച് സമയം ചിലവഴിച്ചുകൊണ്ട് ഈ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ഉറപ്പാണ് നിങ്ങളുടെ കാര്യങ്ങൾ നടന്നിരിക്കും. അതിനി സാമ്പത്തികമായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, ജോലി തടസ്സമായിക്കോട്ടെ, രോഗങ്ങൾ മാറിക്കിട്ടാനായിക്കോട്ടെ, കടങ്ങൾ വീടിക്കിട്ടാനായിക്കോട്ടെ, വിവാഹം ശരിയാകാൻ, ജീവിതത്തിലെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, എക്സാമിൽ പാസ്സാകാൻ, മക്കൾ സ്വാലിഹീങ്ങളായ മക്കളാകാൻ, ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ, ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ, ഭാര്യയുടെ സ്വഭാവം നന്നാകാൻ, ഇങ്ങനെ തുടങ്ങിയ നിങ്ങളുടെ ജീവിതത്തിലെ എന്തുമായിക്കോട്ടെ അത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നല്ല ഹയറായ രീതിയിൽ നിങ്ങൾക്ക് നിറവേറിക്കിട്ടാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം മറക്കാതെ ചെയ്യുക. 7 ദിവസമാണ് നമ്മൾ ഈ അമൽ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തേണ്ടത്. ഓരോ ദിവസവും കുറച്ച് സമയം മാത്രം മതി ഇതിനു വേണ്ടി നമ്മൾ എന്താണ് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ വിശദമായി പറഞ്ഞു തരാം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇത് ചെയ്യാനും ചെയ്യുന്നതിനുള്ള ഫലം ലഭിക്കാനും തൗഫീഖ് നൽകട്ടെ. നമ്മൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഈ കാര്യം ചെയ്യുന്നത്, അല്ലാഹു സുബ്ഹാനഹു തആല അതിന് അനുകൂലമായ ഖളാ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇത് നിങ്ങൾ ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ മാത്രമല്ല അല്ലാത്ത മാസങ്ങളിലൊക്കെ ചെയ്യാം. എന്നാൽ ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിലാണല്ലോ നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന അമലിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല വലിയ പ്രതിഫലമാണ് നൽകുക. മാത്രമല്ല ഈ കാര്യമൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ മുറാദുകളൊക്കെ നമുക്ക് എളുപ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരാൻ അത് കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ തന്നെ എന്നാണോ ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നത് അന്ന് മുതൽ തന്നെ ചെയ്തു തുടങ്ങുക. വെറും 7 ദിവസമാണ് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഈ അമൽ ചെയ്യുന്നതിന് വേണ്ടി ആദ്യത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഈ ഒരു ദിക്ർ നിങ്ങൾ 100 പ്രാവശ്യമാണ് ആദ്യത്തെ ദിവസം ചൊല്ലേണ്ടത്. മാത്രമല്ല ആ ദിവസം തന്നെ ഈ ദിക്ർ നിങ്ങൾ 100 പ്രാവശ്യം ചൊല്ലിയതിൻ്റെ ശേഷം സൂറത്തുൽ ആലിമ്രാൻ, ഈ സൂറത്ത് നിങ്ങൾ 1 പ്രാവശ്യം മുഴുവനായിട്ടും പാരായണം ചെയ്യുക. ഇനി രണ്ടാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലുക. എന്നാൽ 100 പ്രാവശ്യം നിങ്ങൾ ചുരുങ്ങിയത് ചൊല്ലുക. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നിങ്ങനെ 100 പ്രാവശ്യം ചൊല്ലുക. ഇനി മൂന്നാമത്തെ ദിവസം നിങ്ങൾ ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. എല്ലാവർക്കും അറിയുന്ന ഒരു ദുആയാണിത്, ദിക്റാണിത്. ഇത് നിങ്ങൾ മൂന്നാമത്തെ ദിവസം 100 തവണയും ചൊല്ലുക. ഇനി നാലാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ 4 പ്രധാനപ്പെട്ട മഹത്വമേറിയ ഇസ്മുകളാണ്. യാ അലിയ്യു യാ അല്ലാ, ഈ ഇസ്മ നിങ്ങൾ 100 തവണ ചൊല്ലുക. അതിനുശേഷം യാ വഹാബു യാ അല്ലാ,
ഈ ഇസ്മും നിങ്ങൾ 100 തവണ ചൊല്ലുക. അതിനുശേഷം യാ റസാഖു യാ അല്ലാ, ഈ ഇസ്മും നിങ്ങൾ 100 തവണ ചൊല്ലുക. ശേഷം യാ ഫത്താഹു യാ അല്ലാ, ഈ ഇസ്മും നിങ്ങൾ 100 പ്രാവശ്യം ചൊല്ലുക. ഈ പറഞ്ഞ 4 ഇസ്മുകളും നിങ്ങൾ 100 വീതം ചൊല്ലുക. ഇനി 5-ാമത്തെ ദിവസം നിങ്ങൾ ചൊല്ലേണ്ട ഇസ്മ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളിൽപ്പെട്ട വലിയ മഹത്വമേറിയ ശ്രേഷ്ഠതയേറിയ ഒരു ഇസ്മാണ് യാ ലത്തീഫു യാ അല്ലാ, യാ ലത്തീഫു യാ അല്ലാ, യാ ലത്തീഫു യാ അല്ലാ. ഈ ഒരു ഇസ്മ നിങ്ങൾ 111 വട്ടം ചൊല്ലുക. 111 വട്ടം ചൊല്ലുക. അതിനുശേഷം നിങ്ങൾ യാ വദൂദു യാ അല്ലാ, യാ വദൂദു യാ അല്ലാ, യാ വദൂദു യാ അല്ലാ, ഈ ഇസ്മും നിങ്ങൾ 111 പ്രാവശ്യം ചൊല്ലുക. ഇനി 6-ാമത്തെ ദിവസം നമ്മൾ ചൊല്ലേണ്ടത് റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഈ ഒരു ആയത്ത് നിങ്ങൾ 100 പ്രാവശ്യവും ചൊല്ലുക. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഞാൻ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. എല്ലാവരും അത് നോക്കി എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക. ഇനി നമ്മൾ 7-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. 7-ാമത്തെ ദിവസത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് നമ്മൾ നന്ദി പറയണം. അതിനുവേണ്ടി നമ്മൾ ചൊല്ലേണ്ട ദിക്റാണ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഈ ഒരു ദിക്ർ നിങ്ങൾ 100 പ്രാവശ്യവും 7-ാമത്തെ ദിവസം ചൊല്ലുക. ഈ ഒരു അമൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾ നല്ല നിയ്യത്തോടു കൂടി വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്, നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഈ ഒരു അമൽ നിങ്ങൾ ചെയ്തത് ആ കാര്യം റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റിത്തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എന്ത് പ്രതിസന്ധിയാണോ, എന്ത് പ്രയാസമാണോ, എന്ത് ദുരിതമാണോ നമുക്ക് രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്, എഴുതി വച്ചിട്ടുള്ളത്, ആ വിധി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ഈ ഒരു അമൽ ചെയ്യുന്നതിലൂടെ മാറ്റി എഴുതും. നമുക്കത് അനുകൂലമാക്കി തരും. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരും. എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നമ്മൾ ഈ കാര്യം ചെയ്തത് അത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നിറവേറ്റിത്തരും. ഇത് മുജറബാണ്. കാരണം ഈ ഒരു അമൽ ചെയ്തിട്ട് എത്രയോ ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാരൊക്കെ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ കാര്യവും നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും എല്ലാം ഈ ഒരു അമൽ ചെയ്യുന്നതിലൂടെ റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റിത്തരും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട. നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി എല്ലാ 5 വക്ത് ഫർള് നിസ്കാരവും നിസ്കരിച്ച് നോമ്പ് അനുഷ്ഠിച്ച് നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ കാര്യം ചെയ്തു നോക്കൂ. ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല അതിന് ഫലം തന്നിരിക്കും. ഈ ഒരു അമൽ ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഓരോ ഇസ്മുകളും ദിക്റുകളും ആയത്തുകളും സൂറത്തുമൊക്കെ ചൊല്ലുമ്പോൾ നിങ്ങൾ അതിൻ്റെ ശേഷം നിങ്ങൾ ദുആ ചെയ്യണം. ദുആ ചെയ്യൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ഒരു മരുന്നാണ്. അതുകൊണ്ട് ദുആ ചെയ്യുക. നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയുക. നിങ്ങളുടെ പ്രയാസങ്ങൾ അല്ലാഹുവിനോട് പറയുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നമുക്ക് നിറവേറ്റിത്തരട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യവും ബറക്കത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം നല്ല ആരോഗ്യത്തോടു കൂടിയും സാമ്പത്തികമായിട്ടൊരു പ്രയാസമില്ലാതെ, കടങ്ങളില്ലാതെ, രോഗങ്ങളില്ലാതെ, മറ്റ് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ ഒന്നും തന്നെ ഇല്ലാതെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയുമുള്ള നല്ലൊരു കുടുംബജീവിതം നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കുവാനും
അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒത്തുചേരാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.